കേരളത്തിലടക്കം ലക്ഷക്കണക്കിന് ആരാധകരുള്ള നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച് അടുത്ത കാലത്ത് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഭാര്യ സംഗീതയുമായി വിജയ് അകന്നു കഴിയുകയാണെന്നാണ് അടുത്തിടെയായി വന്ന അഭ്യൂഹങ്ങളല്ല. വിജയ്ക്കൊപ്പം സംഗീതയെ നിരവധി കാലങ്ങളായി അല്ലെങ്കിൽ ഒരു 5 വർഷത്തോളമായി കാണാറില്ലായിരുന്നു. വിജയ് രാഷ്ട്രീയത്തിലെ തിരക്കുകളിലേക്ക് കടന്നപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടുകയാണ് ചെയ്തത്. തുടർന്ന് വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് വിജയ് കടന്നു പോകുന്നതെന്ന് നിരവധി പേരും സാക്ഷ്യപ്പെടുത്തി. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത് മുതൽ നിരവധി പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വന്നു. തമിഴ്നാട്ടിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ പലവിധ റെക്കോർഡുകൾ സൃഷ്ടിച്ച താരം കൂടിയാണ് വിജയ്. മാനുഷിക മൂല്യങ്ങൾ ഏറെയുള്ള വ്യക്തിത്വം എന്ന ടാഗ് വിജയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. കേരളത്തിൽ പോലും ഒരുപാട് ആളുകൾക്ക് സ്വന്തം വീട്ടിലെ കുടുംബാംഗത്തെ പോലെയായിരുന്നു താരം. നടൻ കേരളം സന്ദർശിക്കാൻ എത്തുമ്പോഴെല്ലാം ഗംഭീരമായ സ്വീകരണമാണ് മലയാളികൾ നൽകിയിട്ടുമുള്ളത്. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസങ്ങൾ കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്ന പട്ടികയിലേക്ക് വിജയ് എത്തിയിരിക്കുകയാണ്. വിജയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീത കോടതി സമീപിച്ചതോടെയാണ് ഈ സംഭവം നടക്കുന്നത്. 27 വർഷമായി തുടരുന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള താരപത്നിയുടെ തീരുമാനം മുഴുവൻ തമിഴ്നാടിനെ ഉന്നയിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ വിവാഹമോചന ഹർജിയിൽ സംഗീത ഉന്നയിച്ച ആരോപണങ്ങളാണ് വിജയുടെ ആരാധകരെ കൂടുതൽ ഞെട്ടിച്ചത്. കുടുംബത്തിന്റെ സമ്മതത്തോടെ 1999-ലായിരുന്നു വിജയ് സംഗീത വിവാഹം. ആരാധികയെ നടൻ വിവാഹം ചെയ്തതിൽ അന്ന് എല്ലാവർക്കും അതിശയമായിരുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ കാറ്റഗറിയിലായിരുന്നു ഈ ദമ്പതികളുടെ സ്ഥാനം. പ്രായപൂർത്തിയായ 2 മക്കളാണ് ഇരുവർക്കുമുള്ളത്. 2020 വരെ സംഗീത വിജയ് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. നടന്റെ ഭാര്യ സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് വിജയുടെ വിഗ്രഹം പ്രേക്ഷക മനസ്സിൽ തകർന്നടിയാൻ കാരണമായത്. പരസ്ത്രീ ബന്ധമാണ് സംഗീത നടനെതിരെ ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇൻഡസ്ട്രിയിലെ അറിയപ്പെടുന്ന ഒരു നടിയുമായി നടന് വഴിവിട്ട ബന്ധമുണ്ടെന്നും കഴിഞ്ഞ 5 വർഷമായി ആ ബന്ധം മൂലം താനും മക്കളും അപമാനവും മാനസിക വിഷമവും അനുഭവിക്കുകയാണെന്നും സംഗീത ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നടന് ഫാമിലി മാൻ ടാഗ് നൽകിയതിൽ ഖേദിക്കുന്ന ആരാധകരാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. 2021 മുതൽ ഭാര്യയെ മാത്രമല്ല മക്കളെയും സ്വന്തം മാതാപിതാക്കളെയും മനഃപൂർവ്വം നടൻ അകറ്റി നിർത്തുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വിജയ് സംഗീത ദമ്പതികളുടെ മക്കളായ സഞ്ജയും ദിവ്യ-സാക്ഷയും വിദേശത്താണ് പഠിക്കുന്നത്. ടൊറന്റോ ഫിലിം സ്കൂളിൽ നിന്ന് ഫിലിം പ്രൊഡക്ഷനിൽ ഡിപ്ലോമയും ലണ്ടനിൽ സെൻട്രൽ ഫിലിം സ്കൂളിൽ നിന്ന് തിരക്കഥാ രചനയിൽ ബാച്ചിലേഴ്സ് ബിരുദം സഞ്ജയുടെ ഗ്രാജുവേഷൻ ചടങ്ങിന് വിജയ് എത്തിയിരുന്നില്ല. സംഗീതയും സഹോദരി ദിവ്യ-സാക്ഷയും മാത്രമാണ് എത്തിയത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദിവ്യ-സാക്ഷയുടെ ഗ്രാജുവേഷൻ ചടങ്ങ്. അന്നും വിജയ് എത്തിയിരുന്നില്ല. ദിവ്യയുടെ ഗ്രാജുവേഷന് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അനിയത്തി കരുത്തും സ്നേഹവും പകർന്നു നൽകിയത് സഞ്ജയാണ്. വിജയുടെ അസാന്നിധ്യം അന്ന് ചർച്ചയായിരുന്നുവെങ്കിലും രാഷ്ട്രീയ പാർട്ടി തിരക്കുകളും ഷൂട്ടിംഗ് ടൈറ്റ് ഷെഡ്യൂളും കാരണമാകും നടന് മക്കളുടെ അരികിൽ എത്താൻ കഴിയാതെ പോയതെന്നായിരുന്നു ആരാധകർ ധരിച്ചിരുന്നത്. സംഗീതയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെയാണ് വിജയ് മക്കളോടും അകലം പാലിക്കുകയാണെന്ന സത്യാവസ്ഥ ആരാധകർ അറിഞ്ഞത്. ഭാര്യയും മക്കളും മാത്രമല്ല മാതാപിതാക്കളെയും വിജയ് പരിഗണിക്കാറില്ല. അടുത്തിടെ എസ്. ചന്ദ്രശേഖറും ശോഭയും അവരുടെ വിവാഹ വാർഷികം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചിരുന്നു. അന്നും വിജയ് എത്തിയിരുന്നില്ല. പക്ഷെ നടനുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന നടി തൃഷയുടെ വീട്ടിലെ എല്ലാ പ്രോഗ്രാമുകളിലും വിജയുടെ സജീവ സാന്നിധ്യമുണ്ട്. പാർട്ടി പ്രവർത്തന തിരക്കുകൾക്കിടയിലും നടിക്കൊപ്പം സമയം ചിലവഴിക്കാൻ വിജയ് എത്താറുണ്ട്. തൃഷ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ അതിന് തെളിവാണ്. ഈ അടുത്ത കാലം മുതലാണ് പിതാവ് വിജയുടെ പാർട്ടി പരിപാടികളിലും സിനിമ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനുകളിലും പങ്കെടുത്തു തുടങ്ങിയത്. ഇരുവരും തമ്മിൽ സ്വരച്ചേർച്ച കുറവുകളും വാക്കുതർക്കങ്ങളും നടന്നിരുന്നതായി പ്രചരിച്ചിരുന്നു. അതിന്റെ കാരണം രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിതാവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു റിപ്പോർട്ട്. ഏറെ കാലത്തിനു ശേഷം ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് നടന്റെ മാതാപിതാക്കൾ എത്തിയത് ശ്രദ്ധ നേടിയിരുന്നു. ശോഭയ്ക്കും ചന്ദ്രശേഖരനും ഏക മകനാണ് വിജയ്. ഒരു സഹോദരി ഉണ്ടായിരുന്നത് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതിനുശേഷം മാതാപിതാക്കളുടെ ലോകം തന്നെ വിജയിയായി മാറുകയായിരുന്നു. തൃഷ വിജയ് ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തി പ്രമുഖ ഗായിക കൂടിയായ സുചിത്ര രംഗത്തെത്തി. തൃഷ ഒരു ബൈസെക്ഷൽ ആണ്. ആണിനോടും പെണ്ണിനോടും അവൾക്ക് ഒരുപോലെ താല്പര്യമുണ്ടെന്ന് സുചിത്ര ആരോപിക്കുന്നു. അതിൽ പെണ്ണുങ്ങളോടാണ് ഒരു പടി മുകളിൽ താല്പര്യം. തൃഷയുടെ കരവലയത്തിലാണ് വിജയ് എപ്പോഴും ഉള്ളത്. തൃഷയുടെ പാവ പോലെയാണ് വിജയ്. ഇരിക്കാൻ പറഞ്ഞാൽ വിജയ് ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും എന്നാണ് സുചിത്ര വിജയുടെ ഭാര്യ സംഗീതയുടെ വിവാഹമോചന ഹർജിക്ക് പിന്നാലെ പറയുന്നത്. നേരത്തെ മറ്റൊരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ചില വെളിപ്പെടുത്തലുകൾ അവർ നടത്തിയിരുന്നു. വിജയ് തൃഷയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവാം. എന്നാൽ തൃഷയ്ക്ക് ഉദയനിധി സ്റ്റാലിനോടും തുല്യമായ ഇഷ്ടമുണ്ട്. രമ്യ കൃഷ്ണനെയും തൃഷ സ്നേഹിക്കുന്നു. പുരുഷന്മാരിൽ ഉദയനിധിയും സ്ത്രീകളിൽ രമ്യ കൃഷ്ണനുമാണ് തൃഷയ്ക്ക് പ്രിയം. തൃഷ ധനുഷിന്റെ പേര് വളരെ തന്ത്രപരമായി ഉപയോഗിക്കുകയാണ് എന്നും സുചിത്ര വ്യക്തമാക്കിയിരുന്നു. തൃഷയുടെ നടക്കാതെ പോയ വിവാഹത്തെക്കുറിച്ചും സുചിത്ര വെളിപ്പെടുത്തി. യഥാർത്ഥത്തിൽ തൃഷ സ്റ്റാലിന്റെ മരുമകളാകേണ്ടിയിരുന്നു. പക്ഷേ എന്റെ അറിവിൽ അവർ ആരെയും വിവാഹം കഴിക്കില്ല.
അവർ എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറമുള്ള ഒരു സ്നേഹത്തിലാണ് വിശ്വസിക്കുന്നത്. വരുൺ മണിയനുമായി നടക്കേണ്ടിയിരുന്ന വിവാഹം ഉദയനിധി സ്റ്റാലിന്റെ ഇടപെടൽ കാരണമാണ് മുടങ്ങിയത്. അവരുടെ വിവാഹം ഉദയനിധിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല, സുചിത്ര കൂട്ടിച്ചേർത്തു. അതിനിടെ മറ്റൊരു നിർണായക വിവരം പുറത്തു വന്നിരുന്നു. വിജയ് തന്റെ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ കോടതിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിജയ് ഭാര്യ സംഗീത സ്വർണലിംഗവുമായി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇരുവരും പലതവണ ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം. ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായി 250 കോടി രൂപയുടെ വലിയൊരു നഷ്ടപരിഹാര തുക വാഗ്ദാനം ചെയ്യാനാണ് വിജയ് ചർച്ച നടത്തുന്നത്. ഈ ഭീമമായ തുക സംഗീതയ്ക്കും മക്കളായ ജേസൺ സഞ്ജയ്ക്കും ദിവ്യസാക്ഷിക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ തുകയുടെ വിതരണ വിവരങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കുടുംബത്തിന്റെ അന്തസ്സും സ്വകാര്യതയും കാത്തു സൂക്ഷിക്കാനാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇരു കക്ഷികളും ധാരണയിലെത്തിയാൽ നിലവിലുള്ള വിവാഹമോചന ഹർജി പിൻവലിക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വിജയുടെ ഭാര്യ സംഗീതയുടേതായിരിക്കും. അവർ വഴങ്ങിയില്ലെങ്കിൽ നിയമ വ്യവഹാരങ്ങൾ വിജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കും. അതേസമയം വിജയ് തൃഷ ബന്ധം ഭാര്യ സംഗീത സ്വർണലിംഗം തുറന്നു കാട്ടിയ ശേഷം സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പോസ്റ്റും വൈറലായിരുന്നു. തൃഷ വിജയ് ബന്ധം ശക്തി പ്രാപിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ടൈം ലൈൻ പോസ്റ്റും ചർച്ചയാവുന്നുണ്ട്. ദി നോ വൺ എന്ന എക്സ് അക്കൗണ്ടിലാണ് വൈറലായി പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃഷയുടെ സോളോ ട്രിപ്പുകളിൽ വിജയുടെ സാന്നിധ്യം തെളിവോടെ എടുത്തു പറയുന്നുണ്ട് ഈ വൈറൽ പോസ്റ്റിൽ. മണിക്കൂറുകൾക്കുള്ളിൽ 10 ലക്ഷത്തിലധികമാണ് പ്രസ്തുത പോസ്റ്റിന് കിട്ടിയ റീച്ച്. 2004 മുതൽ 2008 വരെയുള്ള കാലയളവിൽ തൃഷയും വിജയും നായികയും നായകനുമായി 4 സിനിമകൾ ചെയ്തു. പിന്നെ 2008 മുതൽ 2021 വരെ യാതൊരു വിവരവും ഈ ജോഡിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. 2022 മാർച്ചിൽ തൃഷ ന്യൂയോർക്ക് സിറ്റിയിൽ സോളോ ട്രിപ്പിന് പോയി. സുഹൃത്തുക്കൾക്കൊപ്പം മെക്സിക്കൻ ട്രിപ്പ് കഴിഞ്ഞ് എത്തിയ ശേഷമാണ് തൃഷ സോളോ ട്രിപ്പ് പോയത്. കുരുവിക്ക് ശേഷം തൃഷയും വിജയും ഒരുമിച്ച് അഭിനയിച്ച സിനിമ ലിയോയാണ്. ഇടയ്ക്കിടെ സോളോ ട്രിപ്പ് പോകുകയും അതിന്റെ ഫോട്ടോകളും വീഡിയോകളും തൃഷ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. താരം സോളോ ട്രിപ്പ് പോകുമ്പോഴെല്ലാം മറ്റൊരാളുടെ കൂടി സാന്നിധ്യം ആളുകൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും മറ്റൊരാളുടെ സാന്നിധ്യം വ്യക്തമാകുമെന്ന് പോസ്റ്റിൽ പറയുന്നു. അതേ വർഷം ഒക്ടോബർ മുതൽ തൃഷയുടെ വിരലിൽ എൻഗേജ്മെന്റ് റിംഗ് പോലൊന്ന് കണ്ടെത്തി തുടങ്ങി. ഒട്ടുമിക്ക ഫംഗ്ഷനുകളിലും തൃഷ അത് ധരിക്കാറുണ്ട്. പൊന്നിയിൻ സെൽവൻ പ്രൊമോഷൻ വേളയിലും ലിയോ സക്സസ് മീറ്റിലും തൃഷയുടെ വിരലിൽ ഇതേ മോതിരം കാണാം. പിന്നീട് തൃഷ വീണ്ടും യൂറോപ്പിലേക്ക് സോളോ ട്രിപ്പ് പോയി. ശേഷം 2023 ജനുവരിയിൽ വാരിസ് ADFസിലും പ്രൈവറ്റ് പാർട്ടിയിലും താരം പങ്കെടുത്തു. വാരിസിൽ തൃഷ അഭിനയിച്ചിട്ടില്ല. മാത്രമല്ല ഇരുവരും ഡ്രസ് കോഡിലാണ് പലപ്പോഴും ഫംഗ്ഷനുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ECRൽ വിജയുടെ വസതിയോട് ചേർന്ന് തൃഷ താമസം തുടങ്ങി. ജൂണിൽ വിജയുടെ പിറന്നാൾ ദിനത്തിൽ റെഡ് ഹാർട്ട്, ഇൻഫിനിറ്റി, ഡെവിൾ ഐ ഇമോജി എന്നിവ ക്യാപ്ഷനായി നൽകി നടനൊപ്പമുള്ള ഫോട്ടോ നടി പങ്കുവച്ചു. അതേ വർഷം ഓഗസ്റ്റിൽ സ്കാൻഡിനേവിയ ക്രൂയിസിൽ സോളോ ട്രിപ്പ് അടിക്കുന്നതിന്റെയും ഒപ്പം റൊമാൻറ്റിക്കായി ആർക്കോ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെയും ഫോട്ടോ പങ്കുവച്ചു. മാത്രമല്ല നോർവേയിൽ നിന്നുള്ള ഇരുവരുടെയും CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഒപ്പം തൃഷ പങ്കിട്ട പോസ്റ്റിൽ കാണുന്ന ഷൂ വിജയുടേതാണെന്ന നിഗമനത്തിൽ ആളുകൾ എത്തുകയും ചെയ്തിരുന്നു. കാരണം അതേ ഷൂ ധരിച്ച് വിജയ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്.